എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഞാൻ എത്തുന്നത് ഒരു പുതിയ വിഷയമായിട്ടാണ്. ഈ വിഷയം പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പറഞ്ഞതാണെങ്കിൽ പോലും അതൊരു കഥയിൽ കൂടിയാകുമ്പോൾ കഥ കേൾക്കാനാണല്ലോ നമുക്ക് എല്ലാവർക്കും താല്പര്യം. കഥയെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കും അല്ലേ? ഭാഗവതത്തിൽ 150 കഥകൾ എന്തിനാണ് വേദവ്യാസൻ രചിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ കഥയായിട്ടത് കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. കാര്യം കഥയിൽ കൂടി മാത്രമേ ഒരു സാധാരണ വ്യക്തിയെ അവൻ്റെ ആത്മീയ തലത്തിൽ അതിൻ്റെ തന്തുവിലേക്ക് അല്ലെങ്കിൽ സത്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് വേദവ്യാസ മഹർഷി കഥകളിൽ കൂടി ഭാഗവതം രചിച്ചത്. അതേസമയം അത് തത്വങ്ങളായിരുന്നുവെങ്കിൽ നമുക്ക് വലിയ താല്പര്യമില്ലാതെ പോവുകയും ചെയ്യും. നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അത് ഒന്ന് നോക്കിയെന്നിരിക്കാം, ശരിക്കും വായിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും, പഠിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും, മനസ്സിലാക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. കഥയാവുമ്പോൾ കഥയെങ്കിലും ഓർത്ത് ഒരു വ്യക്തിക്ക് തത്വത്തിൻ്റെ തലത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് വേദവ്യാസ മഹർഷി അങ്ങനെയൊരു കഥയിലേക്ക് കടന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാനും ഒരു കഥയിൽ കൂടി നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതാണ് ഈ കഥയുടെ പ്രധാന തന്തു എന്ന് പറയുന്നത്, ആത്മസാക്ഷാത്കാരമാണ്. ഇവിടെ കഥ പറയുന്നത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ രാജസഭയിലാണ് നടന്നത്. ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ രാജസഭയിൽ ഒരു പണ്ഡിത ശിരോമണി ഒരു നിബന്ധം വായിക്കുകയായി. ആ നിബന്ധം വായിച്ചു പോകുമ്പോൾ അദ്ദേഹം വായിക്കുന്ന കൂട്ടത്തിൽ, അതായത് വായന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം, ആ പുസ്തകത്തിൽ കണ്ട ഒരു വാചകം ഇങ്ങനെയാണ്: ഒരു കുതിരയുടെ സാഡിൽപ്പാട്, അതായത് ഒരു സാഡിൽപ്പാടിനകത്തിൽ ഇടത്തെ കാലിട്ടതിന് ശേഷം, അതായത് മലയാളത്തിൽ അതിനെ ജിനി എന്ന് പറയും, മറ്റേ ജിനിയിൽ കാലിടുന്ന ഞൊടിയിട കൊണ്ട് സാക്ഷാത്കാരം സംഭവിക്കാം എന്നുള്ളത് അദ്ദേഹം വായിച്ചു. അതായത് ഒരു കുതിരയുടെ പുറത്ത് ഒരു വ്യക്തി ഇരിക്കുന്നു. ആ വ്യക്തി രണ്ട് സൈഡിലുള്ള പാട്, അതായത് സാഡിൽ പാടിന്റെ രണ്ട് സൈഡിൽ കൊളുത്തുണ്ടല്ലോ, അതിൽ ഒരു കൊളുത്തിൽ കാലിട്ടു, മറ്റേ കൊളുത്തിൽ കാലിടുന്ന സമയം കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് സാക്ഷാത്കാര പദവിയിൽ എത്താൻ സാധിക്കും എന്ന് ആ പുസ്തകത്തിൽ വായിച്ചു. ആ പുസ്തകത്തിൽ വായിച്ചപ്പോഴ് രാജാവ് പറഞ്ഞു, ശരി, വായിച്ചത് നന്ന്, നിനക്ക് അതെങ്ങനെ നിരൂപിച്ച് അനുഭവിപ്പിച്ച് പറയാൻ പറ്റുമോ? പണ്ഡിതൻ പറഞ്ഞു, രാജാവെ, ഞാൻ വായനയിൽ മാത്രം, അല്ലെങ്കിൽ പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്ന വ്യക്തിയാണ്. അനുഭവത്തിലുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അതുകൊണ്ട് ദയവായി എന്നോട് ക്ഷമിക്കുക, എനിക്കത് ചെയ്യാൻ സാധ്യമല്ല. രാജാവ് കോപിതനായി കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹത്തെ തുറങ്കലിടാൻ പറഞ്ഞു, പണ്ഡിതനെ തുറങ്കലിടാൻ പറഞ്ഞു. ഈ പണ്ഡിതനെ അനുകൂലിച്ച ചില വ്യക്തികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഇത് അവരെയും തുറങ്കലിടും എന്നുള്ള ഒരു പേടി കൊണ്ട് അതിൽ ചിലരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ആ ഓടി രക്ഷപ്പെട്ട ചില വ്യക്തികൾ ചെന്നെത്തിയത് ഒരു കൊടും കാട്ടിലായിരുന്നു. അവിടെ അവരെ കാട്ടിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു മഹർഷിവര്യനെ കണ്ടു. ആ മഹർഷിവര്യൻ മറ്റാരുമായിരുന്നില്ല, അഷ്ടാവക്രൻ എന്ന് പറയുന്ന മഹർഷിയായിരുന്നു. ശരീരത്തിലെ 8 വളവുള്ള ഒരു വ്യക്തിയാണ് അഷ്ടാവക്രൻ. അങ്ങനെ അഷ്ടാവക്രൻ 8 വളവുള്ള ആ വ്യക്തിയാണ്. അതായത് അതൊരു മഹർഷിയാണ്. സത്യത്തെ ശരിക്കും അനുഭവിച്ച ഒരു വ്യക്തിയാണ് അഷ്ടാവക്രൻ എന്ന് പറയുന്നത്. ഈ മഹർഷിയെ കണ്ടതും ഈ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പ്രഭു, ഞങ്ങൾക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ഞങ്ങളെല്ലാം തന്നെ ജനമഹാരാജാവിൻ്റെ രാജസഭയിലെ പണ്ഡിതന്മാരാണ്. പക്ഷേ അവിടെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ആണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു കുതിരയുടെ ജീനിയിൽ, അതായത് സാഡിൽ പാടിൽ ഒരു കാലിട്ടതിന് ശേഷം മറ്റേ കാലിടുന്ന ആ സമയം കൊണ്ട്, ഞൊടിയിട കൊണ്ട് ഒരു വ്യക്തിക്ക്, അതായത് ജ്ഞാനലബ്ധി ലഭിച്ച ഒരു വ്യക്തിക്ക്
സാക്ഷാത്കാര പദവിയിലേക്ക് എത്താൻ സാധിക്കും എന്ന് ഒരു നിബന്ധത്തിൽ വായിച്ചപ്പോൾ അത് നിരൂപിച്ചു കാണിക്കാൻ രാജാവ് ആജ്ഞാപിക്കുകയും വായിച്ച പണ്ഡിതനെ അത് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതനെ തുറങ്കലടയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അടച്ച പണ്ഡിതൻ അന്നേരം പറയുന്നുണ്ടായിരുന്നു, മഹാരാജാവേ, ഈ എഴുതിയിരിക്കുന്ന നിബന്ധം എന്ന് പറയുന്നത് യോഗ്യതലത്തിൽ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തിയാണ്, ഒരു മഹത് വ്യക്തിയാണ്, അതായത് ഒരു യോഗിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇത് അനുഭവിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ എഴുതിയിരിക്കുന്നത് ഒരിക്കലും കള്ളമാകാൻ സാധ്യമില്ല, അതൊരിക്കലും കള്ളമായി പോയില്ല. അതുകൊണ്ട് ഇത് സത്യം തന്നെയാണ്. അതിനെയാണ് മഹാരാജാവ് ഖണ്ഡിച്ചിട്ട് എന്നാ നീ അത് അനുഭവിപ്പിച്ച് പറയൂ എന്നുള്ള രീതിയിൽ ആ പണ്ഡിതനോട് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു തലത്തിലുള്ള വ്യക്തി എങ്ങനെയാണ് അത് നിരൂപിച്ച് കാണിക്കുക? അതായത് അദ്ദേഹത്തിന് അനുഭവത്തിലല്ല അറിവ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അനുഭവവും അറിവും രണ്ടും രണ്ടാണ്. അറിവുണ്ട്, അനുഭവമില്ല. വേദങ്ങൾ പഠിച്ച ഒരു വ്യക്തി വേദജ്ഞനാണെന്ന് പറയാൻ സാധ്യമല്ല. കാര്യം ആ വേദത്തിന്റെ ഉൾക്കാമ്പ് ആ വ്യക്തിക്ക് അറിഞ്ഞില്ല എങ്കിൽ വേദജ്ഞനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അറിവുണ്ടെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഈഗോ വർദ്ധിക്കുന്നുണ്ട്, അഹങ്കാരം വർദ്ധിക്കും. അതുകൊണ്ട് എന്ത് പറ്റും? നമ്മളിലേക്ക് അജ്ഞത കടന്നുകൂടുന്നുണ്ട്. ഈ അജ്ഞതയാണ്, ഈ അറിവില്ലായ്മയാണ്. എന്തൊക്കെയോ പഠിച്ചു വച്ചിട്ടുണ്ട്, പക്ഷെ അതിനെ കൃത്യമായ തലത്തിൽ ആ അറിവിനെ അനുഭവമാക്കി മാറ്റാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പലയിടത്തും നമുക്ക് പല പുസ്തകങ്ങളിലും ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അപ്പം അഷ്ടാവക്രം പറഞ്ഞു, അത്രയേ ഉള്ളൂ കാര്യം, ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാം എന്നെ രാജസന്നിധിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അഷ്ടാവക്ര മഹർഷിയെ ഒരു മഞ്ചലിലേറ്റി ഈ പണ്ഡിതന്മാരെല്ലാം കൂടി ചുമന്ന് ജനക മഹാരാജാവിന്റെ സന്നിധിയിൽ എത്തിച്ചു. അപ്പൊ ജനക മഹാരാജാവിന്റെ സന്നിധിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴേ രാജാവ് മഹർഷിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്തു. അദ്ദേഹത്തിന് ആസ്ഥാനത്തനാകാനുള്ള ഇരിപ്പിടം കൊടുത്തു, അദ്ദേഹത്തിനെ സൽക്കരിച്ചു, പൂജിച്ചു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേ മഹർഷി പറഞ്ഞു, ഈ പണ്ഡിതന്മാര് ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാൻ കാരണം ഒരു നിബന്ധത്തിൽ പറഞ്ഞ ഒരു സംഭവമാണെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. അത് ഒരു കുതിരയുടെ ഒരു കാൽ ഒരു ജനിയിലിട്ട് മറ്റേ കാൽ ഇടുന്ന സമയം കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന് വഴിയൊരുക്കും എന്ന് നിബന്ധം പറഞ്ഞത് ശരിയല്ല എന്ന രീതിയിൽ അറിവായതുകൊണ്ടാണ് ഞാൻ വരാൻ കാരണം. അത് സാധിക്കും എന്ന് ജനക മഹാരാജാവിനോട് അഷ്ടാവക്ര മഹർഷി പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സന്തോഷമായി. ഉടൻ തന്നെ പറഞ്ഞു, കുതിരയെ കൊണ്ടുവരൂ, അത് സാധിക്കട്ടെ എന്നുള്ള രീതിയിൽ ആജ്ഞാപിച്ചു. അപ്പം മഹർഷി പറഞ്ഞു, അത് സാധ്യമല്ല, എൻ്റെ കൂടെ വരേണ്ടി വരും, വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കാര്യം സാധിക്കും. അങ്ങനെ അഷ്ടാവക്ര മഹർഷി ജനക മഹാരാജാവിനെയും കൊണ്ട് അദ്ദേഹം കുതിരപ്പുറത്തും, അതുപോലെ തന്നെ അഷ്ടാവക്ര മഹർഷി മഞ്ചലിന് കയറി ഉൾക്കാട്ടിലേക്ക് പോവുകയാണ് ചെയ്തു. പരിവാരങ്ങളോട് കൂടിയാണ് പോയത്. പരിവാരങ്ങളോടുകൂടി അവിടെ എത്തിക്കഴിഞ്ഞപ്പം അഷ്ടാവക്ര മഹർഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ പരിവാരങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചയക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് അഷ്ടാവക്ര മഹർഷിയെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് പരിവാരങ്ങളോട് പറഞ്ഞു, ശരി, നിങ്ങളെല്ലാം തിരിച്ചു പോയിക്കൊള്ളുക, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, അങ്ങ് കുതിരയുടെ ഒരു ജീനിലേക്ക് കാലിടുക, മറുകാല് അങ്ങ് ജീനിലേക്ക് ഇടരുതെന്ന് പറഞ്ഞതിന് ശേഷം അഷ്ടാവക്ര മഹർഷി അവിടുന്ന് അപ്രത്യക്ഷനായി. എവിടെ പോയെന്ന് അറിയത്തില്ല. കാലങ്ങൾ കടന്നുപോയി. കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. രാജ്യത്തെ രാജാവില്ലാതായി. പ്രജകൾ അന്വേഷണം തുടങ്ങി. അപ്പൊ കൂടെ വന്ന മഹർഷി ഏതോ ആഭിചാരക്രിയ ചെയ്തതാണെന്നുള്ള ഒരു തോന്നലില് അവരെല്ലാം സംസാരിക്കുകയും ആദ്യം രാജാവിനെ കണ്ടുപിടിക്കാനായിട്ട് അവർ കാട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. കാട് വഴി അവര് കൊണ്ടുവന്ന സ്ഥലത്ത് മിക്കവാറും ഭടന്മാരെല്ലാം എത്തിച്ചേർന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ രാജാവ് ആ കുതിരപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ്, ഒരു കാല് ആട്ടിക്കൊണ്ടിരിക്കുന്നു, മറുകാല് ജീനിലുമാണ്. അപ്പം രാജാവിനെ അവരെല്ലാരും കൂടി മഞ്ചലിലേറ്റി രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാജാവ് ഉണർന്നിട്ടില്ല, രാജാവ് ഉണരാതിരിക്കുകയാണ്. അപ്പോൾ ആഭിചാരക്രിയ ചെയ്തതാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ഇവർ പറഞ്ഞു, ഉടനെ തന്നെ നമുക്ക് ആ മഹർഷിയെ കണ്ടുപിടിച്ച് ആ
ദ്രോഹിയായ മഹർഷിയെ കണ്ടുപിടിച്ച് ആ വ്യക്തിയെ നമുക്ക് ചിത്രവധം ചെയ്തേ മതിയാവും. അയാൾ എന്തുകൊണ്ട് നമ്മുടെ രാജാവിനെ ഇങ്ങനെ ആഭിചാരക്രിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മയക്കിക്കടത്തിയിരിക്കുവാണ് എന്നുള്ള തലത്തിൽ പറയുണ്ടായി. ആ തലത്തിലേക്ക് എത്തിച്ചത് ആ മഹർഷിയാണ്. അതുകൊണ്ട് മഹർഷിയെ കണ്ടുപിടിക്കണം എന്നുള്ള തലത്തിൽ ഇവരെല്ലാവരും കൂടി പിന്നെയും വനാന്തരങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങി അവസാനം അഷ്ടാവക്ര മഹർഷിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്നു. അതിന് മുൻപായിട്ടൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. അഷ്ടാവക്ര മഹർഷി രാജാവിനോട് സാക്ഷാത്കാര പദവിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് താങ്കൾ എൻ്റെ ശിഷ്യനാകണമെന്ന് പറഞ്ഞു. ശിഷ്യനാകാതെ ഒരു കാരണവശാലും താങ്കൾക്ക് ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, ഞാൻ ശിഷ്യനാകുന്നു, ഞാൻ പൂർണ്ണമായും അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നു. അപ്പം മഹർഷി രാജാവിനെ ജനക എന്ന് വിളിച്ചു. അതായതുകൊണ്ടാണ് എപ്പോഴും ഗുരുതലത്തിലിരിക്കുന്ന വ്യക്തികൾ ശിഷ്യരെ പേര് ചൊല്ലി വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണത്? അതേസമയം അവരെ റെസ്പെക്റ്റ് ബഹുമാനത്തോടുകൂടി സംബോധന ചെയ്തു കഴിഞ്ഞാൽ അവരിൽ അഹം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാരണവശാലും ആത്മീയ തലത്തിലേക്ക് ഉയരാൻ സാധ്യമല്ല എന്ന് കാണിക്കുന്നതാണ് അഷ്ടാവക്ര മഹർഷിയുടെയും ജനക മഹാരാജാവിൻ്റെയും ഈ തമ്മിലുള്ള സംവാദം. അപ്പോൾ ജനക എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം, അതായത് ജനക മഹാരാജാവ് ആയിരുന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ മഹർഷിയുടെ ശിഷ്യനായി തീർന്നു. എന്നിട്ടാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തത്, നീ ഒരു കാല് ജീനിട്ട് മറുകാല് ആട്ടിക്കൊണ്ടിരിക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് ബോധപൂർവം അദ്ദേഹം അപ്രത്യക്ഷനായിരുന്നു. അപ്പൊ എത്ര സംവത്സരം കടന്നുപോയെന്ന് ജനക മഹാരാജാവിന് പോലും അറിയില്ല, സംഭവം എത്ര നാൾ കടന്നുപോയി എന്നുള്ളത്. അവരവസാനം ഈ വ്യക്തികളെല്ലാം കൂടി അവസാനം ഈ മഹർഷിയെ കണ്ടുപിടിച്ചതിന് ശേഷം അവരെ തിരികെ ഈ മഹർഷിയെ പിടിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ജനക മഹാരാജാവിന് ബോധമില്ലാത്ത തലത്തിൽ കിടക്കുക. അപ്പം മഹാരാജാവിനെ അഷ്ടാവക്ര മഹർഷി ജനക നൂറ് പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ. അദ്ദേഹം കണ്ണു തുറന്നവർ പറഞ്ഞു, ഇവരെല്ലാം കൂടി എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നതാണ്. ഞാൻ നിങ്ങളെ ബോധപൂർവം ആഭിചാരത്തിൽ മുഴുക്കി അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കടത്തിക്കൊണ്ടു പോയതാണെന്ന് ഇവരെ ധരിച്ചു വെച്ചത് കൊണ്ട് എന്നെ ഇവിടെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ ജനക മഹാരാജാവിൻ്റെ പറഞ്ഞവൻ ജനക മഹാരാജാവ് പറഞ്ഞു, അങ്ങനെയാണോ കാര്യം? ആരാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ ആ തലത്തിലല്ലായിരുന്നു, ഇവർക്ക് അറിയില്ലല്ലോ എന്നുള്ള തലത്തിൽ ജനക മഹാരാജാവ് പറയാൻ ഇടയായി. എന്തായാലും കൊള്ളാം, ജനക മഹാരാജാവിനെ പിന്നെയും കുതിരപ്പുറത്ത് കയറ്റി ഒരു കാല് ജയിലിലിടുകയും മറുകാല് അദ്ദേഹത്തോട് പറഞ്ഞു മറ്റേ ജയിലിലിടാൻ പറയുകയും ആ ക്ഷണനേരം കൊണ്ട് അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരത്തിന്റെ പദവിയിലെത്താൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഈ സത്യം പലയിടത്തും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നത്. ഈ കഥ വളരെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് രമണ മഹർഷിയുടെ ആശ്രമത്തിലെ ഒരു സത്സംഗിൽ ഒരു ശിഷ്യൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ ശിഷ്യൻ ചോദിച്ച ചോദ്യം, ഇത് ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ശിഷ്യൻ ചോദിച്ച ചോദ്യം ഇത്രയാണ്, മഹർഷി ഭഗവാനെ അങ്ങേ പറഞ്ഞാലും ഈ സാക്ഷാത്കാര പദവിയിലെത്താൻ വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കണമെന്നാണ് പറയുന്നത്, ശരിയാണോ എന്നാണ് ചോദ്യം ചോദിച്ചത്. അപ്പം മഹർഷി ചിരിച്ചോണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴേ തന്നെ നീ അതിന് അതായത് അതിന് മുടക്കം വിട്ടിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. വളരെ കഠിനമായ പ്രവൃത്തിയാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ മനസ്സ് തന്നെ കഠിനമായ പ്രവൃത്തിയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം എന്നുള്ള തലത്തിലാണ് ചിന്തിക്കുന്നത്. വളരെ സമാധാനപൂർവ്വം ചിന്തിക്കുകയും അതിലേക്ക് കടക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നതിന് പകരം അത് നേരത്തെ തന്നെ പ്രയത്നം ചെയ്ത് കഷ്ടപ്പാട് ചെയ്ത് സ്വീകരിക്കേണ്ട ഒരു തലമാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഒരു വ്യക്തിക്കും ഈ തലത്തിലേക്ക് കടന്നുകൂടാൻ സാധിക്കാത്തത്. എല്ലാ മനുഷ്യനും ഇതിലേക്ക് കടന്നുകൂടാൻ സാധിക്കും, പക്ഷേ അതിന് പ്രയത്നം വേണം, അത്യാവശ്യമാണ്. പക്ഷെ സഹനശീലം അത്യാവശ്യമാണ്, ക്ഷമ അത്യാവശ്യമാണ്, അതുപോലെ ഇന്ദ്രിയങ്ങളുടെ അടക്കം അത്യാവശ്യമാണ്, മനസ്സിന്റെ ഏകാഗ്രത ആവശ്യമാണ്. ഇതിനെല്ലാത്തിനും പ്രയത്നം വേണം. പക്ഷെ ആ പ്രയത്നം കഠിന പ്രയത്നമാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ ഒരു കാരണവശാലും മനസ്സതിന് സഹിക്കത്തില്ല. അതുകൊണ്ട് അതിന് സഹനം മനസ്സിന്റെ സഹനം സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മായയിൽ കുരുങ്ങി പിന്നെയും ഭൗതികത്തിലേക്ക് കടന്നു പോകുന്ന ചിന്ത. ഒരു നല്ല ബുക്ക് വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു ആത്മീയ ഗ്രന്ഥം വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ പല കാര്യങ്ങൾ നമ്മുടെ ഭൗതികത്തിൽ ചെയ്തു തീർക്കാറുണ്ടെന്നുള്ളതുകൊണ്ട് ഒരു പേജ് വായിച്ചതിന് ശേഷം അത് മടക്കി വെച്ച് പിന്നെയും നമ്മൾ ഭൗതികത്തിലേക്ക് പോകും. അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വേറെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. പിന്നെയും നമ്മൾ എടുക്കും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ആഗ്രഹം നമ്മളിലുണ്ട്.
ഈ ആഗ്രഹത്തെ നമ്മൾ കൃത്യമായ തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് നമ്മുടെ നിഷ്ഠ, ശരിയായ ആചരണം ശരിയല്ലാത്തത് കൊണ്ടാണ്. അതൊന്ന് ചെയ്തു നോക്കൂ. ശരിയായ തലത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് ഞാനിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ തലത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ തലത്തിലേക്ക് ഉയരുന്തോറും നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം സ്വഭാവത്തിൻ്റെയും അതുപോലെ ആത്മീയ തലത്തിലുള്ള താല്പര്യവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കൂടെ കൂടെ അനുഭവിക്കാൻ കഴിയും. ആ അനുഭവമാണ് നമ്മളെ പലപ്പോഴും ആ തലത്തിലേക്ക് എത്തിക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ആത്മീയ തലത്തിലേക്ക് ഉയരുന്ന പാതയിൽ പല ഗുരുക്കന്മാരെയും കിട്ടിയെന്നിരിക്കാം. അപ്പം പലരും കള്ളന്മാരായ ഗുരുക്കന്മാരായിരിക്കും, നല്ല സത്യസന്ധരല്ലായിരിക്കും. അവരും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിദ്യ പറഞ്ഞു തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കടത്താൻ നിങ്ങൾ ശ്രമിച്ചേക്കാം. പക്ഷെ അതിനെയും നിങ്ങൾ ഒരു കാരണവശാലും ആ തലത്തിലെടുക്കാതെ ആ വിദ്യ കിട്ടിയതിനെ അതിനെ അഭ്യസിച്ച് ആ വിദ്യയെ സ്വീകരിക്കാനുള്ള അല്ലെ വിദ്യയെ നിങ്ങൾ തറവാക്കാനുള്ള സ്ഥിരതയിലേക്ക് പോകാനുള്ള അവസരം എടുക്കുക. ആര് വന്നാലും ശരി, അവരിൽ നല്ലതും ചീത്തയും ഉണ്ട്. അപ്പോൾ നല്ലതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ചീത്തയെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് പ്രതികരിക്കാൻ ശ്രമിക്കുന്ന മനസ്സ് എപ്പോഴും ശത്രുതലത്തിലേ നിൽക്കത്തുള്ളൂ. ശത്രുവിൽ നിന്ന് മാറി ഇവരെല്ലാം മിത്രങ്ങളാണ്, നമ്മളെ ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് ഇവരെല്ലാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി വിപരീത ദശകൾ, ശത്രുഭാവത്തിൽ നിൽക്കുന്നവർ, ഇവരെയൊക്കെ എനിക്കിപ്പോഴേ മിത്രഭാവത്തിൽ കാണാനാണ് തോന്നുന്നത്. ഒരു സമാധാന തലത്തിലേക്ക് മനസ്സ് ഉയർന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന നമ്മുടെ ഒരു പ്രതികാര ബുദ്ധി, ശത്രുതാ ബുദ്ധി എല്ലാം മാറി നമ്മളിൽ തനതായ ഒരു സഹനശീല ഉടവെടുക്കുകയും സമാധാന തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ പതിയെ പതിയെ നമുക്ക് ഒരു ജന്മം കൊണ്ട് സാധ്യമല്ലെങ്കിലും പല ജന്മം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും. നമസ്കാരം.